ഭാരങ്ങളേറുന്നു നാഥ, പാരിൽ വേദന തിങ്ങുന്നു പ്രിയ. ആനി പഴുതുള്ള പൊൻകരത്താലെന്ന് സൗഖ്യം പകർന്നിടുക. ആണി പഴുതുള്ള പൊൻകരത്താലെന്ന് സൗഖ്യം പകർന്നിടുക. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 55 സങ്കീർത്തനം അതിൻ്റെ 22 മുതലുള്ള വചനഭാഗങ്ങൾ വായിക്കാം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാള് സമ്മതിക്കുകയില്ല. ദൈവമേ, നീ അവരെ നാശത്തിൻ്റെ കുഴിയിലേക്ക് ഇറക്കും. രക്തപ്രിയവും വഞ്ചനയുമുള്ളവർ ആയുസിൻ്റെ പകുതിയോളം ജീവിക്കുകയില്ല. ഞാനോ നിന്നിൽ ആശ്രയിക്കും. ദൈവത്തിന് സ്തോത്രം. ഏറ്റവും മനോഹരമായ ദൂത് ദൈവവചനം നമ്മളെ കേൾപ്പിക്കുന്നു. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. ആമേൻ. യേശുവേ സ്തോത്രം. ഈ ഭാരങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവമക്കളെ, ആർക്കും സഹിക്കാൻ പറ്റാത്തതായ ഭാരങ്ങളും ചുമന്നുകൊണ്ട് ചിലപ്പോൾ പലരും പറയുന്നല്ലേ, ഓർമ്മ വെച്ച കാലം മുതൽ അനുഭവിക്കുന്ന ഭാരങ്ങളാണ്, വേദനകളാണ് എന്നൊക്കെ പലരും പറയുമല്ലോ. ഇപ്പോഴും ആ ഭാരങ്ങൾ വഹിച്ചു കൊണ്ട് പോകുമ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവമക്കളെ, ഇന്ന് ഈ വചനം ഒന്ന് കേട്ടു നോക്കുക. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. നമ്മൾ ആരുടെയും സഹായം തേടാനോ അല്ലെങ്കിൽ അവർ നമ്മളെ സഹായിച്ചില്ലല്ലോ, ഞാൻ സഹായം തേടിയപ്പോൾ എന്നെ കരുതിയില്ലല്ലോ, എന്നെ കാത്തില്ലല്ലോ, എന്നെ നോക്കിയില്ലല്ലോ, ഒരു വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിച്ചില്ലല്ലോ എന്നൊക്കെ നമ്മൾ ഈ ലോകത്തെ നോക്കിയാൽ പറയും. നമ്മളെപ്പോഴും ആഗ്രഹിക്കും ഒരു വാക്കെങ്കിലും പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കുവാൻ. ഇന്നവർ കാണും, അവർ കാണും, ഇവർ കാണും, എല്ലാവരും കൈവിട്ടാലും ഇന്നവരൊക്കെ എന്നെ നോക്കും, മാനിക്കും ഒക്കെ നമ്മളൊക്കെ മനസ്സിൽ ഓർക്കും. പക്ഷേ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഏറുമ്പോൾ എല്ലാവരും കൈവിട്ടിട്ട് പോകുന്ന ബന്ധങ്ങളാണ് ഈ ലോകത്തുള്ളത്. എന്നാൽ കർത്താവിൻ്റെ തിരുവചനം നമ്മളെ കേൾപ്പിക്കുന്നത് നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. യേശു കർത്താവ് നമ്മളെ കേൾപ്പിച്ച കാര്യവിധ, നിന്റെ ഭാരം എൻ്റെ മേൽ വയ്ക്കുക, ഞാൻ നിന്നെ പുലർത്താമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ആ ഭാരങ്ങൾ ഏതെല്ലാം വിധത്തിലാണ്, ആ ഭാരം എന്തൊക്കെയാണ് ഒന്ന് കേൾക്കട്ടെ, കാണട്ടെ, അറിയട്ടെ എന്നല്ല, എന്താണെങ്കിലും ആ ഭാരം എന്താണെങ്കിലും ഞാൻ പോറ്റി പുലർത്താവെന്ന് പറഞ്ഞ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ 22 വാക്യം വളരെ പ്രധാനപ്പെട്ട വാക്യം ദൈവമക്കളെ. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. ആമേൻ. അവൻ നിന്നെ പുലർത്തും, അവൻ നിന്നെ പുലർത്തും. ആമേൻ. സ്തോത്രം. അതാണ് ക്രൈസ്തവ ലോകത്തേക്ക് നോക്കിയാൽ ഏറെ സാക്ഷികളുള്ളത്. എല്ലാവരുടെയും സഹായം നഷ്ടപ്പെട്ടു പോയവർ കണ്ടില്ലേ കർത്താവിൻ്റെ രൂപത്തെ, കേട്ടില്ലേ കർത്താവിൻ്റെ ശബ്ദത്തെ, അറിഞ്ഞില്ലേ ആ കരസ്പർശനം. അത്ഭുതകരമായ വിടുതൽ പ്രാപിക്കാൻ എത്രയോ പേർക്ക് ദൈവം സഹായിച്ചു. ഇനിയും വരും തലമുറകളും ഈ കൃപയും അനുഗ്രഹങ്ങളും പ്രാപിക്കുമല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തുമെന്ന് പറയുമ്പോൾ സ്തോത്രം, ആ തിരുവചനം എത്ര അനുഗ്രഹമാണ് ദൈവമക്കളെ. നമ്മുടെ ഭാരങ്ങൾ എന്താണെന്നോ ഏതാണെന്നോ എങ്ങനെയാണെന്നോ അറിഞ്ഞിട്ടാകട്ടെ എന്നല്ല, ആ ഭാരങ്ങൾ ആരോടും പറയാനാവാത്ത ഒത്തിരി നൊമ്പരങ്ങളും നിന്ദയുടെ അനുഭവങ്ങൾ, കഷ്ടപ്പാടുകളുടെ, വേദനകളുടെ, രോഗത്തിൻ്റെ ആകുലതകൾ, അങ്ങനെ ഒരുപാട് ഭാരവും ചുമന്നുകൊണ്ട് പോകുന്ന ഏവരെ നോക്കിക്കൊണ്ട് എൻ്റെ യേശു കർത്താവ് പറയുന്നു, നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്തുമെന്ന്. 22 വാക്യത്തിൽ നമ്മളെ കേൾപ്പിക്കുകയാണ്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ആമേൻ. സ്തോത്രം. വാക്ക് മാറാത്തവനാ. ആമേൻ. സ്തോത്രം. എത്രമാത്രം ബലഹീനപ്പെട്ട അവസ്ഥയിലാണ് നമ്മൾ കഴിഞ്ഞതെങ്കിലും, എത്രത്തോളം ശരിക്കും പറഞ്ഞാൽ കുപ്പയിൽ ആയിരിക്കുന്ന ജീവിതം, ആ കുപ്പയിലേക്ക് ഇറങ്ങി വന്ന് കരം പിടിച്ചുയർത്തിയാൽ പ്രഭുക്കന്മാരുടെ കൂടെ ഇരുത്തുന്ന നല്ല ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാൾ സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. സ്തോത്രം. ദൈവ ശബ്ദം കേട്ടിട്ടുള്ളവരും ദൈവ സാന്നിധ്യം അനുഭവിച്ചിട്ടുള്ളവരും അറിഞ്ഞിട്ടുള്ളവരും കേട്ടിട്ടുള്ളവരും ദൈവത്തിൻ്റെ മഹത്വം അനുഭവിച്ചിട്ടുള്ള എല്ലാവർക്കും വേണ്ടി എന്ന് പറഞ്ഞോട്ടെ. കർത്താവിൻ്റെ ശബ്ദം കേട്ടതുകൊണ്ട്, കർത്താവിൻ്റെ വിളി കേട്ടിറങ്ങിയതുകൊണ്ട്, കർത്താവിൻ്റെ മുഖാമുഖം കണ്ടതുകൊണ്ട് നമുക്കറിയാലോ ദൈവമക്കളെ. മോശ പ്രവാചകനെയൊക്കെ നമ്മൾ നോക്കിക്കേ,
പൂർവ്വപിതാക്കന്മാർ മുതൽ അപ്പോസ്തലന്മാർ വരെ നമ്മൾ നോക്കിക്കേ. ഇവരെല്ലാം യേശു കർത്താവിൻ്റെ കൃപയിൽ നിന്ന് പറയട്ടെ, എൻ്റെ പിതാവിൻ്റെ ശബ്ദം കേട്ടില്ലേ, ആ ദർശനം കണ്ടില്ലേ, കർത്താവിൻ്റെ രൂപത്തെ കണ്ടില്ലേ, കർത്താവ് കരം പിടിച്ച് നടത്തിയില്ലേ, അത്ഭുതകരമായിട്ട് ഉത്തരം കൊടുത്തില്ലേ, അതിശയമായിട്ട് ദൈവം നടത്തിയില്ലേ. പക്ഷെ അവരുടെയൊക്കെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളില്ലായിരുന്നോ, വേദനകളില്ലായിരുന്നോ, നിന്നയില്ലായിരുന്നോ, പരിഹാസമില്ലായിരുന്നോ? ഒരുപാട് കഷ്ടതയുടെ നടുവിലൂടെ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച് ആമേൻ ഓട്ടം തികച്ച് പാടാത്ത കിരീടം പ്രാപിച്ച പൂർവ്വപിതാക്കന്മാരും അപ്പോസ്തലന്മാരും നമുക്ക് മുന്നിലുള്ളപ്പോൾ ഹല്ലേലൂയ. വിശ്വാസികളായിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടെന്നാ എനിക്കിത് ഈ രോഗം മാറാത്ത, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടെന്നാ ഇക്കാര്യം സാധിക്കാത്ത എന്ന് ഉള്ള തേങ്ങലിൽ ഇരിക്കരുത്. നമുക്ക് ദൈവം അറിയാത്തതൊന്നും നമ്മുടെ ജീവിതത്തിലില്ല. പ്രാർത്ഥിക്കുന്ന മക്കളെ ഉത്തരം കർത്താവ് തരാതെ പോകത്തില്ല. രോഗികൾക്ക് വൈദ്യനായ നല്ല ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഏത് പ്രശ്നങ്ങളുടെ നടുവിലും നമുക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. എരിയുന്ന തീച്ചുളയ്ക്കകത്തും തീയുടെ ബലം കെടുത്തി തൻ്റെ ദാസന്മാരെ കരുതിയ ദൈവം നമ്മുടെ കൂടെയുള്ളത് ഓർത്ത് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ പുണ്യനാമത്തെ മഹത്വപ്പെടുത്തുവാൻ എല്ലാവരെയും കർത്താവ് ഒരുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, മാനസികമായും ശാരീരികമായും തളർന്നിരിക്കുന്ന മക്കളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറെ സങ്കടങ്ങൾ, ഏറെ വേദനകൾ, ഏറെ കഷ്ടപ്പാടുകൾ, ദുഃഖങ്ങൾ അനുഭവിക്കുന്ന നിൻ്റെ മക്കളുടെ ജീവിതത്തിലേക്ക് കർത്താവേ, നിൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് നിൻ്റെ മക്കളോട് ദൈവം ദയ തോന്നി അവിടുന്ന് അനുഗ്രഹിക്കണമേ. എൻ്റെ ഭാരങ്ങൾ വഹിക്കുന്ന ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുവാൻ, എൻ്റെ കണ്ണുനീര് കാണുന്നൊരു ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുവാൻ, എൻ്റെ കർത്താവ് ഏത് പരീക്ഷണങ്ങളുടെ നടുവിലും ഏത് പ്രശ്നങ്ങളുടെ നടുവിലും കൈവിടാതെ മാറാത്തവൻ എൻ്റെ കൂടെയുള്ള ദൈവം ആമേ സ്തോത്രം എന്നെ ഇത്രത്തോളം നടത്തി ഇനിയും നടത്തുവാൻ ശക്തനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാ സങ്കടങ്ങളും കർത്താവെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇറക്കി വെച്ച് ദൈവം ഏൽപ്പിച്ച് ശുശ്രൂഷ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയാക്കണമേ. കർത്താവെ, വിശ്വസിക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കണേ. സങ്കടങ്ങളിൽ നിന്ന് ഒരു വിടുതൽ കൊടുക്കണമേ. കർത്താവെ, എന്തിനെ ചൊല്ലിയാണോ നിൻ്റെ മക്കൾ ഭാരപ്പെടുന്നത്, ആ വിഷയത്തിൽ സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പാ കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.